അംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശ മനിശം ഹൃദി ഭാവയാമി. ഭക്തജനങ്ങളെ, ഈ ദിവ്യക്ഷേത്ര സന്നിധിയിൽ ഭഗവത് കാര്യാർത്ഥം ഒത്തുചേർന്ന നമ്മെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങും. ഈ ക്ഷേത്ര നടയിലെ ഇതിന്റെ ആദ്യ ഉത്സവത്തിൽ തന്നെ പങ്കെടുക്കാനും എന്റെ ഭാഗ്യം കൊണ്ട്, ഭഗവത് കടാക്ഷം കൊണ്ട് ഒരു പകരക്കാരിയായി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്തത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർ ജനറൽ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പകരക്കാരിയാകാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ. വീട്ടില് 3 പോക്കിരികളെ ഭരിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ DGP ആയിട്ടും DIG ആയിട്ടും ഒക്കെ പെരുമാറിയ പരിചയവും 10,3500 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തില് SIO കോൺസ്റ്റബിളോ ഒക്കെ ആയി നിന്ന പരിചയവുമാണ് എനിക്ക് ആകെയുള്ള കൈമുതൽ. ആ കൈമുതൽ വെച്ചുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട IG-യുടെ പകരക്കാരിയായി ഉദ്ഘാടനം നടത്താൻ സാധിച്ചു എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ അനുഗ്രഹമായി ഞാൻ വിചാരിക്കുന്നു. ഞാനും നിങ്ങളും ഒത്തുകൂടിയ ഈ അസുലഭ മുഹൂർത്തത്തില് ചൈതന്യം മുറ്റി നിൽക്കുന്ന ഈ വേദിയില് നമുക്ക് തമ്മിൽ ലഭിച്ചിട്ടുള്ള സമയത്ത് എന്റെ അറിവിന്റെയും ലഭ്യമായ സമയത്തിന്റെയും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ഷേത്രത്തെയും ക്ഷേത്ര ആരാധനയെയും പറ്റി ഒരു എത്തിനോട്ടം നടത്താനാണ് സംഘാടകർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിന് 2 കാര്യമുണ്ട്. എത്തി നോക്കാനുള്ള സമയമുള്ളൂ എന്നുള്ളത് ഒരു കാര്യം. കാരണം ഇത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. എനിക്കോ നിങ്ങൾക്കോ ഒന്ന് തൊട്ടുകൊണ്ട് മുഴുവനാക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഒന്ന്. രണ്ടാമത്, അത്രയ്ക്ക് മാത്രം അറിവ് എനിക്കില്ല എന്നുള്ളത് മറ്റാരേക്കാളും നന്നായിട്ട് ബോധ്യമുള്ളത് എനിക്കാണ്. ആ വിഷയത്തില് ശാസ്ത്രീയമായ ആഴങ്ങളിലേക്ക് പോവാനൊന്നുള്ള അറിവ് എനിക്കില്ല. ഇതൊക്കെ നന്നാവണം എന്ന മോഹവും നന്നാക്കാൻ വേണ്ടി പരമാവധി ചെയ്യാനുള്ള ഒരു മനസ്സും അല്ലാതെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശാസ്ത്രീയമായ അറിവില്ല എന്നുള്ളത് മറ്റാരേക്കാളും നന്നായി ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഈ 2 പരിമിതിയും നമുക്ക് ഈ വിഷയത്തെ പറ്റി തൊടുമ്പോഴുണ്ട്, ക്ഷേത്രവും ക്ഷേത്രാചാരവും എന്നുള്ളത്. എന്നാലും ഈ 2 പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി നമുക്ക് ഒന്ന് എത്തി നോട്ടം ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളും എന്ന വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ ക്ഷേത്ര ആരാധന എന്ന വിഷയത്തിലേക്ക് നോക്കാം. ഇതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ക്ഷേത്രം എന്നുള്ളത്. ക്ഷേത്രം എന്താണ് അതറിയാതെ നമ്മൾ ആരും ഇവിടെ വരില്ല. ക്ഷേത്രം എന്താ എന്നുള്ളത്, അത് ഭഗവാന്റെ ഇരിപ്പിടമാണെന്നും നമ്മള് ഭഗവാനെ കാണാനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നും മാത്രം ചിന്തിക്കുന്ന ആളുകള് ഇന്ന് വളരെ കൂടുതലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമുക്കൊക്കെ അറിയാം, ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഇരിപ്പിടമല്ല എന്നുള്ളത് ഇന്ന് ഏറെക്കുറെ പൂർണ്ണമായി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ആഘോഷ സമിതിയുടെ ചെയർമാൻ ആശംസ പ്രഭാഷണത്തിൽ പറഞ്ഞു, തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ഭഗവാനെ ഭക്തജന സമക്ഷം അവതരിപ്പിച്ചു കൊടുത്ത നരസിംഹമൂർത്തിയുടെ തിരുനടയിലാണ് നമ്മളിരിക്കുന്നത്. ആ തൂണിനെ പറ്റി നമുക്കറിയാം. ഹിരണ്യകശിപുവിന്റെ മുന്നിൽ ഭക്തന്റെ വാക്ക് സത്യമാക്കുവാൻ തൂണ് പിളർന്ന് പുറത്തു വന്ന നരസിംഹമൂർത്തി. ആ തൂണ് നമുക്കറിയാം, ആ തൂണ് താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠിച്ച തൂണായിരുന്നില്ല. ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കണ പോലെ പ്രതിഷ്ഠിച്ചൊരു തൂണായിരുന്നില്ല നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ട തൂണ്. അഭിഷേകം എന്ന സങ്കല്പത്തിൽ ആരും ഒരു തുള്ളി വെള്ളം ആ തൂണിന് മുകളിലൂടെ ഒരിക്കലും ഒഴുക്കിയിട്ടില്ല. ഒരു നുള്ളു ചന്ദനമോ ഒരു തുളസിയിലയോ അർച്ചന എന്ന പേരിൽ ആരും ആ തൂണിന് നൽകിയിട്ടില്ല. ഒരു നാമം പോലും ആ തൂണിന് ചുവട്ടിലിരുന്ന് ആരും ചൊല്ലിയിട്ടില്ല. ഹിരണ്യായ നമ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു തൂണ് പലപ്പോഴും കേട്ടിരിക്കുക ഹിരണ്യായ നമ എന്ന നാമം മാത്രമായിരിക്കും, നാരായണായ നമ എന്ന നാമമല്ല. അപ്പൊ ഒരിക്കൽ പോലും ഒരു നാമം കേൾക്കാതെ ആരാധനകളൊന്നും സ്വീകരിക്കാത്ത ആ തൂണിൽ നിന്ന് ഭഗവാൻ അവതരിച്ചു എങ്കിൽ ഭഗവാൻ എവിടെയാണ്? ഭക്തൻ വിളിക്കുന്നിടത്താണ്. എവിടെയാണ് ഭക്തൻ വിളിക്കുന്നത്? എവിടെയാണ് ഉണ്ട് എന്ന് ഭക്തൻ
ഉറച്ചു വിശ്വസിക്കുന്നത് അവിടെയെല്ലാം ദൈവമുണ്ട്, തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്. അപ്പൊ ക്ഷേത്രത്തിൽ മാത്രമല്ല എന്നുള്ളത് മറ്റാര് ക്ഷേത്രത്തിലാണ് എന്ന് മറ്റാര് പറഞ്ഞാലും ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക്, സനാതന ധർമ്മികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ ശക്തിയാണ് എന്നുള്ളത്. കാരണം ക്ഷേത്രം ഈശ്വരന്റേതല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പല സംഗതികളെ കൊണ്ടാണ്. ഈശ്വരന്റെ ഇരിപ്പിടമല്ല ക്ഷേത്രം എന്നുള്ളത്. കാരണം ഒന്ന്, ഈശ്വരൻ അവിടെ മാത്രമായിട്ട് ഒതുക്കാൻ കഴിയുന്ന ശക്തിയല്ല, നേരത്തെ പറഞ്ഞ പോലെ തൂണിലും തുരുമ്പിലുമുള്ള ശക്തിയാണ്. രണ്ട്, ക്ഷേത്രം ഈശ്വരന്റേതായിരുന്നുവെങ്കിൽ നിർമ്മിക്കാൻ നമ്മൾ ആരെങ്കിലും 25 കൊല്ലം പെടാപ്പാട് പെടേണ്ടി വരുമായിരുന്നു. ഭഗവാൻ ഇല്ലാത്ത ശക്തി നമുക്കുണ്ടോ? ഓം ഹ്രീ എന്ന് പറഞ്ഞൊരു ഒറ്റ വലത് കൈ അങ്ങോട്ട് പൊക്കിയാല് ശ്രീരംഗം ക്ഷേത്രം പോലുള്ള ഒരു മഹാക്ഷേത്രം കണ്ണെമ വെട്ടണ നേരം കൊണ്ട് ഇവിടെ പടുത്തുകയായിരുന്നു. അപ്പൊ ഭഗവാന്റേതായിരുന്നെങ്കിൽ നമുക്ക് വേണ്ട വീട് നമ്മളല്ലേ വെക്കേണ്ടത്? ഇത്തിരി പോന്നൊരു സൃഷ്ടിയായ നമുക്ക് വേണ്ട വീട് വെക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഭഗവാന് അവനവന് വേണ്ട ഒരു ഇരിപ്പിടം ഉണ്ടാക്കാൻ നമ്മുടെ സഹായം വേണ്ടിയില്ല, ഉറപ്പ്. അപ്പൊ ഇവിടെയാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത് ക്ഷേത്രം ഭക്തന്റേതാണ്, ഭഗവാന്റേതല്ല എന്നുള്ളത്. ക്ഷേത്രം ഭക്തന്റേതായിരുന്നുവെങ്കിൽ നമുക്കറിയാം അത് നശിക്കുമായിരുന്നില്ല, തളരില്ല, തകരില്ല, തകർക്കാൻ കൂട്ടിയാ പറ്റില്ല. ഷടാധാരം വരെ മാന്തിയെടുത്ത് ശിവലിംഗം പുറത്തു കൊണ്ടുപോയിട്ട അവസ്ഥയിലായിരുന്നു. ഈ പ്രതിഷ്ഠിക്കുമ്പോ വിലപിടിപ്പുള്ള പലതും ഇടുന്നൊരു ധാരണയില് അതുണ്ടോ നോക്കാൻ വേണ്ടി ഷടാധാരം വരെ ഇളക്കി മാന്തി ശിവലിംഗം പുറത്തു കൊണ്ടുപോയിട്ടിരുന്ന അവസ്ഥയിലാണ്. നാലമ്പലത്തിന്റേതെന്ന് തോന്നുന്ന ഒരു തറ കുറച്ചപ്പുറം അവിടെയാണ് കാണാനുണ്ട് അവശിഷ്ടങ്ങൾ. ഒരു 3-4 ഭീമാകാരമായ കരിങ്കൽ തൂണ് പൊട്ടിയ അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. ഈ തൂണും ഈ തറയും നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട്. ഭീമാകാരമായ കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരുന്ന ഒരു 4 അമ്പലം ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. എങ്കിൽ ബാക്കി തൂണെവിടെ? ഈ 2 തൂണുകൊണ്ട് ഇത് താങ്ങി നിർത്താൻ പറ്റില്ല, ഉറപ്പ്. ബാക്കി തൂണെവിടെ? അത് അവിടുത്തെ പ്രായമായവരോട് ചോദിച്ചാൽ പറയും, ഈ തൂണ് മനുഷ്യന്മാർക്ക് പൊന്തില്ല. ഇത് ആനയെ കൊണ്ടുവന്ന് ഈ തൂണ് കെട്ടി വലിപ്പിച്ച് കൊണ്ടുപോയി അവനവന്റെ കുളം പടുത്തവരെ പറ്റിയിട്ട് അവർക്കറിയാം. വീടിന്റെ ഉമ്മറക്കല്ല് കെട്ടിയവരെ പറ്റിയിട്ട് അറിയാം. ഗേറ്റിന് തൂണാക്കി മാറ്റിയവരെ പറ്റിയിട്ടും അറിയാം. ഇനി ആർക്കും വേണ്ടാണ്ട് അവശേഷിച്ചതാണ് ഒരു 3-4 കഷ്ണങ്ങൾ അവിടെ കിടക്കണം. ഇവിടെ പറഞ്ഞല്ലോ, കലവറ നിറയ്ക്കലൊക്കെ ഇത്ര ഗംഭീരമായത് അമ്മമാരുടെ പണി. എവിടെ അമ്മ ഉണർന്നു അവിടെ ക്ഷേത്രം ഉണർന്നിട്ടുള്ളൂ. ക്ഷയത്തിൽ നിന്നും ക്ഷതത്തിൽ നിന്നും മോചിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഒരു പുരുഷായുസ് ജീവപര്യന്തം പോലും ഇതിന്റെ പകുതിയിലധികം വരുള്ളൂ. അപ്പൊ 2 ജീവപര്യന്ത കാലം മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ജനതതി അവരെ ത്യാഗം ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ഫലം ഈ തലമുറയോടുകൂടി പൊയ്ക്കോട്ടെ എന്ന മനസ്സോടുകൂടിയല്ല നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാലാതിവർത്തിയായി നിൽക്കണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇതിനകത്ത് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. പ്രതിഷ്ഠയിലേക്ക് പ്രാണൻ ആവാഹിക്കുന്ന സമയത്ത് സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഈ ഗ്രാമത്തിന് ചൈതന്യം പ്രസരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആ മൂർത്തിക്ക് ജീവനും പ്രാണനും കൊടുത്തിരിക്കുന്നെങ്കിൽ ആ ആചാര്യന്റെ തപസ്സും പ്രാർത്ഥനയും ഒരിക്കലും വ്യർത്ഥമാകില്ല, ആകാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ഒഴുക്കിയ വിയർപ്പും വ്യർത്ഥമാകാൻ പാടില്ല. ഈ ക്ഷേത്രം ഇനി ഒരിക്കൽ കൂടി മണ്ണിൽ നിന്ന് മാന്തിയെടുക്കേണ്ട ഒരവസ്ഥ ഒരു തലമുറയ്ക്കും ഉണ്ടാകരുത്. അതുണ്ടാകരുത് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ക്ഷേത്രം നിർമ്മിച്ചു, ഇനി ശ്രദ്ധിക്കേണ്ടത് സമാജം നിർമ്മിക്കാനാണ്. അപ്പൊ മതപഠനം ചിട്ടയായി ക്ഷേത്രങ്ങളിൽ നടക്കണം. അറിയാഞ്ഞാൽ എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പ ലോകമല്ലീ ഉലകം എന്ന് പറഞ്ഞതാണ് ചുറ്റുമെന്ന് മാത്രം മനസ്സിലാക്കുക. എന്റെ ഉയർച്ചയുടെ കേന്ദ്രമായി ഈ ക്ഷേത്രവും മാറട്ടെ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അവസരം തന്ന ഇതിന്റെ സംഘാടക സമിതിയോട് എനിക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഓം ശാന്തി ശാന്തി.